എനിക്കൊരു തൊട്ട് താഴെയുള്ള അനിയുണ്ടായിരുന്നു. പുള്ളിക്ക് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പെട്ടെന്നൊരു അസുഖം കണ്ട്, പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അതായത് അകത്തുള്ള വെയിൻ പൊട്ടിയിട്ട് ബ്ലഡ് വയറ്റിൽ സ്റ്റോർ ചെയ്യും, എന്നിട്ട് വോമിറ്റ് ചെയ്യും അത്. അപ്പോൾ എന്നെക്കാൾ 2 വയസ്സ് ഇളയാളാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അത്യാവശ്യം ഏജ് ഓർമ്മയില്ല. അത് നമ്മൾ കേൾക്കാത്തതും കാണാത്തതും ഒക്കെ ഒരു സംഭവമാണ്. അത് ഛർദ്ദിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റൂം നിറച്ച് ബ്ലഡ് ആയിരിക്കും, അത് സ്റ്റോർ ചെയ്തിട്ട്. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്, അന്നത് അറിയാമല്ലോ. അന്നത്തെ അത് കരികുളം ഹോസ്പിറ്റലിൽ ഒരു പോൾ കല്ലുക്കാരൻ എന്ന് പറഞ്ഞ ഡോക്ടർ വരുന്നത്. പുള്ളി സർജറി ചെയ്ത് അത് കൂട്ടി യോജിപ്പിച്ച് ഓക്കെ ആവും. പക്ഷെ 2 കൊല്ലം വീണ്ടും ആവർത്തിക്കുമായിരുന്നു. ഓരോ 2 കൊല്ലം കൂടുമ്പോൾ ആവർത്തിക്കും, ഏകദേശം ഒരു പീരീഡിൽ ആവർത്തിക്കും. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഒരു ഫിനാൻഷ്യൽ ബേർഡൻ ഉപ്പാക്കുണ്ടാക്കി വെച്ചിരുന്നു. അപ്പോഴാണ് ഗൾഫിൻ്റെ ആ ഒരു ഇത് വരുന്നത്. ഇപ്പോൾ അടുത്ത ഫ്രണ്ടാണ് ആവാസി മൊമാലി എന്ന് പറഞ്ഞിട്ട് ആളുടെ എല്ലാവരും അറിയപ്പെടുന്ന, എനിക്ക് വേണമെങ്കിൽ ഈ നമ്മളെ റിയാഡ് ഭാഗത്ത് ഒരു 90% ആൾക്കാരും പോയിട്ടുള്ള പുള്ളിയുടെ കെയർഫിലേക്ക് ഈ ആവാസിയുടെ ജനറൽ മാനേജറായിരുന്നു പുള്ളി. പുള്ളിക്ക് അപ്പോൾ വിസക്കൊന്നൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇപ്പോൾ അടുത്ത ഫ്രണ്ടാണ്, അവരൊന്നിച്ച് കളിച്ചാണെന്ന് പറഞ്ഞ പോലത്തെ ആൾക്കാരാണ്. പുള്ളിയാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം. ഞാൻ ഡിഗ്രിക്ക് ഫൈനൽ ഇയർ എത്തുമ്പോഴാണ് പുള്ളി അങ്ങോട്ട് കൊണ്ടുപോകാന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഡിഗ്രി ഫിനിഷ് ചെയ്യാണ്ട് പോയി. ഡിഗ്രി എക്സാം എഴുതുന്നതിന് മുമ്പ്. അന്ന് പിന്നെ ആരും അങ്ങനെ ഡിഗ്രി എന്നൊന്നും പറഞ്ഞ് ഭയങ്കര നിർബന്ധ ബുദ്ധി. പക്ഷെ അവിടെ ചെന്നപ്പോൾ എല്ലാം എന്തിനാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടി പോകുന്നത്, ഇത്ര ഇല്ലെന്നൊക്കെ ചോദിക്കുക. എല്ലായിടത്തും ചോദ്യം അത് തന്നെയായിരുന്നു. അവിടെ എന്ന് പറയുമ്പോൾ എവിടെയാ? ദുബായിൽ. അന്നത്തെ ദുബായ് എങ്ങനെ ഉണ്ടായിരുന്നു?